ഹായ് ഓൾ, എല്ലാവർക്കും ട്രിപ്പിളി മെഡിസിയുടെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രിസിറ്റി താരിഫാണ്. എന്താണ് താരിഫ്, എന്താണ് ഇലക്ട്രിസിറ്റി താരിഫ്, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് താരിഫ് എന്ന് നോക്കാം. സോ എന്താണ് താരിഫ് എന്ന് പറഞ്ഞാൽ ദ റേറ്റ് അറ്റ് വിച്ച്, ഇപ്പോൾ ഇലക്ട്രിസിറ്റി താരിഫ് ആണെങ്കിൽ ദ റേറ്റ് അറ്റ് വിച്ച് ഇലക്ട്രിക്കൽ എനർജി സപ്ലൈ ടു എ കൺസ്യൂമർ, അതാണ് ഇലക്ട്രിക്കൽ താരിഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഇലക്ട്രിക്കൽ എനർജി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും സപ്ലൈ ചെയ്യുന്നതിനൊക്കെ ദർ ഈസ് എ ലോട്ട് ഓഫ് കോസ്റ്റ്. നമ്മൾ എക്കണോമി ഓഫ് പവർ ജനറേഷൻ ഒക്കെ പഠിച്ചു. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഇത്രമാത്രം കോസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ആൻഡ് ദാറ്റ് കോസ്റ്റ് പ്ലസ് ദ പ്രോഫിറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്ത് വേണം താരിഫ് മേക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ താരിഫിൻ്റെ ഡിസിഷൻ നടത്താനായിട്ട്. ബട്ട് ഡിഫറെൻറ്റ് കൺസ്യൂമേഴ്സിന് ഈ താരിഫ് ഡിഫറെൻ്റ് ആണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എത്രമാത്രം എനർജി ഒരു കൺസ്യൂമർ യൂസ് ചെയ്യുന്നു അതിനനുസരിച്ച് വേണം ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്യുന്നതിനനുസരിച്ച് വേണം അവരുടെ കയ്യിൽ നിന്ന് ഈ ഒരു തുക ഈടാക്കാനായിട്ട്. സോ അതിന് വേണ്ടിയിട്ട് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് താരിഫ്. നമ്മൾ അതിലേക്ക് നോക്കാം. അതിനു മുമ്പ് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് താരിഫ്, എന്തൊക്കെയാണ് താരിഫ് വേണ്ടത്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് താരിഫ്. സോ ഈ താരിഫിനകത്ത് ഈ ഫോളോയിങ് ഐറ്റംസ് വേണം. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, റിക്കവറി ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ഇലക്ട്രിക്കൽ എനർജി അറ്റ് ദ പവർ സ്റ്റേഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അത് ഇൻക്ലൂഡഡ് ആയിരിക്കണം. റിക്കവറി ഓഫ് കോസ്റ്റ് ഓഫ് ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. റിക്കവറി ഓഫ് കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സപ്ലൈ ഓഫ് ഇലക്ട്രിക്കൽ എനർജി. ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ മീറ്ററിംഗ്, എക്യുപ്മെൻറ്റ്, ബില്ലിങ് ഒക്കെ വരും. സ്യൂട്ടബിൾ പ്രോഫിറ്റ് ഓൺ ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരും. എന്തൊക്കെ റിക്കവറി ഓഫ് കോസ്റ്റ് വരുന്നു? ഇലക്ട്രിക്കൽ എനർജി പ്രൊഡക്ഷൻ, അതുപോലെ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ സപ്ലൈ ഓഫ് ഇലക്ട്രിക്കൽ എനർജിക്കുള്ള ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ്, അതായത് മീറ്ററിംഗ്, ബില്ലിംഗ് എക്സെട്ര, ആൻഡ് സ്യൂട്ടബിൾ പ്രോഫിറ്റ് ഓൺ ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ആൻഡ് വാട്ട് ആർ ദ ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് താരിഫ്? എ താരിഫ് മസ്റ്റ് ഹാവ് ദ ഫോളോയിങ് ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ്. എന്തൊക്കെയാണ് ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് താരിഫ്? എങ്ങനെയായിരിക്കണം ഒരു താരിഫ് എന്ന് പറയുന്നത്? വൺ ഈസ് ദ പ്രോപ്പർ റിട്ടേൺ നമുക്ക് കിട്ടണം. അതായത് ഫ്രം ഈച്ച് കൺസ്യൂമർ പ്രോപ്പർ ആയിട്ടുള്ള റിട്ടേൺ നമുക്ക് എത്രയാണോ ആവശ്യമായത് അത്രയും തന്നെ കിട്ടേണ്ടതാണ്. The total receipt from the consumer must be equal to the cost of producing and supplying electrical energy plus a reasonable profit. എന്നാൽ മാത്രമാണ് ഏതൊരു ഇലക്ട്രിക് സപ്ലൈ കമ്പനിക്കും ആ കണ്ടിന്യൂസ് ആൻഡ് റിലയബിൾ സർവീസ് ആ ഒരു കൺസ്യൂമേഴ്സിന് നൽകാനാകും. സോ പ്രോപ്പർ റിട്ടേൺ കിട്ടണം ഏതൊരു താരിഫാണെങ്കിലും. ഇനി ഫെയർനെസ് എന്ന് പറയുമ്പോൾ അത് ഒരുപാട് കൂടുതലാവാനോ ഒരുപാട് കുറഞ്ഞു പോകാനോ പറ്റില്ല. ഏതൊക്കെ ടൈപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് ആണോ, കൺസ്യൂമറെ ഡിപ്പെൻഡ് ചെയ്ത് റെസിഡൻഷ്യൽ ടൈപ്പ് ആണോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ യൂസ് ആണോ, അങ്ങനെ യൂസ് അനുസരിച്ചിട്ടും ഹൗ മച്ച് എനർജി ദേ ആർ കൺസ്യൂമിങ് അതിനനുസരിച്ചിട്ടും വേണം. സോ ദർ ഷുഡ് ബി എ ഫെയർനെസ് ഇൻ ദ താരിഫ്. It should be fair so that different types of consumers are satisfied with the rate of charge of electrical energy. Thus, a big consumer should be charged at a low rate than a small consumer. അതും കൂടി നോക്കണം. അപ്പോൾ ബിഗ് കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൺസ്യൂം ചെയ്യുന്നു. സോ ലോവർ റേറ്റിലായിരിക്കും അവർക്ക് കൊടുക്കുന്നത്. It is because increased energy consumption spreads the fixed charges over a great number of units, reducing the overall cost of producing electrical energy. This is the important characteristics of tariff. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പോൾ റേറ്റ് ഓഫ് ഇൻക്രീസ് എന്ന് പറയുന്നതിൽ ബിഗ് കൺസ്യൂമർ ആകുമ്പോൾ അത് ലോവർ റേറ്റ് ആയിരിക്കും സ്മോൾ കൺസ്യൂമറിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഈ കൺസ്യൂമർ ഹൂസ് ലോഡ് കണ്ടീഷൻ ഡു നോട്ട് ഡീവിയേറ്റ് മച്ച് ഫ്രം ദ ഐഡിയൽ വാല്യൂന്ന് ഒത്തിരി ഡീവിയേറ്റ് ചെയ്യാത്ത വാല്യൂ അല്ലെങ്കിൽ നോൺ വേരിയബിൾ ആണെങ്കിൽ ലോവർ റേറ്റിലും, ലോഡ് കണ്ടീഷൻ ഇല്ലാതെ ചേഞ്ച് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ ആ രണ്ട് കാര്യങ്ങളും കൂടി നോക്കേണ്ടതാണ്. അപ്പോൾ ഫെയർനെസ് എന്ന് പറയുമ്പോൾ ഒരു ബിഗ് കൺസ്യൂമർ ഒരുപാട് കൺസ്യൂം ചെയ്യുന്നുണ്ട്, സോ അതിൻ്റെ റേറ്റ് ലോ റേറ്റിൽ കൊടുക്കാനും, അതുപോലെ ഒരു നോർമൽ കൺസ്യൂമർ ആണെങ്കിൽ അതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതൽ കൊടുക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ എന്നാലാണ് അത് ഒരു ബാലൻസ്ഡ് മോഡിൽ പോവുകയുള്ളൂ. അടുത്തതാണ് സിംപ്ലിസിറ്റി. The tariff should be simple so that an ordinary consumer can easily understand it. താരിഫ് സിമ്പിൾ ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് പ്രോപ്പർ റിട്ടേൺ ഉണ്ടായിരിക്കണം, ഫെയർനെസ് ഉണ്ടായിരിക്കണം, സിമ്പിൾ ആയിരിക്കണം. ഇനി അടുത്ത റീസണബിൾ പ്രോഫിറ്റ് ആയിരിക്കണം. പ്രോഫിറ്റും കൂടി ആഡ് ചെയ്യണം, ബട്ട് പ്രോഫിറ്റ് ഷുഡ് ബി റീസണബിൾ. ഇറ്റ് ഷുഡ് നോട്ട് ബി ലൈക്ക് പ്രോഫിറ്റിന് വേണ്ടി മാത്രം അങ്ങനെ ഒരുപാട് എക്സ്ട്രാ ഇട്ട് ചെയ്യുന്ന പോലെ ആവരുത്. ഇതെല്ലാം ജസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നിന്ന് അങ്ങനെ ചോദ്യങ്ങൾ വരണം എന്നില്ല ഒബ്ജക്റ്റീവിൽ, ബട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത അട്രാക്റ്റീവ്. ഈ താരിഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി അട്രാക്റ്റീവ് സോ ദാറ്റ് എ ലാർജ് നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് ആർ എൻകറേജ് ടു യൂസ് ദ ഇലക്ട്രിക്കൽ എനർജി
അപ്പോൾ അതൊക്കെയാണ് ഒരു താരിഫിന് വേണ്ട ഗുണങ്ങൾ എന്ന് പറയുന്നത്, ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മെയിൻ ടോപ്പിക്കിലേക്ക് വരാം, ടൈപ്സ് ഓഫ് താരിഫ്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് താരിഫ് നോക്കാം. ഒന്നാമത്തേത് സിമ്പിൾ താരിഫാണ്. സിമ്പിൾ താരിഫ്, സിമ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ്, അതായിരിക്കും ഈ പറയാൻ പോകുന്ന താരിഫിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത്. When there is a fixed rate per unit of energy consumed, then there is a fixed rate per unit of energy consumed. It is called a simple tariff or uniform rate tariff. അപ്പോൾ യൂണിഫോം റേറ്റ് താരിഫും സിമ്പിൾ റേറ്റ് താരിഫും ഒന്നാണ്. സിമ്പിൾ താരിഫ് ഒന്നാണ്, ഫിക്സഡ് റേറ്റ് പെർ യൂണിറ്റ് ഓഫ് എനർജി കൺസ്യൂം. ഇതുപോലെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഫിക്സഡ് റേറ്റ് പെർ യൂണിറ്റ് ഓഫ് എനർജി കൺസ്യൂംഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സിമ്പിൾ താരിഫ്. ദ പ്രൈസ് ചാർജ്ഡ് per unit constant ആയിരിക്കും. It does not vary with the increase or decrease in a number of units consumed. The consumption of electrical energy at the consumer terminal is recorded by means of energy meter. അപ്പോൾ ഇത് ഏതൊരു യൂണിറ്റ്സ് ഇൻക്രീസോ ഡിക്രീസോ ചെയ്യുന്നതനുസരിച്ച് നമുക്കതിൻ്റെ റേറ്റ് മാറുന്നില്ല. അതായത് ആ ഒരു ഫിക്സഡ് ചാർജ് ആയിരിക്കും. ഇത്ര യൂണിറ്റ് ഉണ്ടെങ്കിൽ ഇത്ര രൂപ എന്നുള്ള ഫിക്സഡ് ചാർജ് ആയിരിക്കും. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ there is no discrimination between different types of consumer. കാരണം എവറി കൺസ്യൂമർ ഹാസ് ടു പേ ഈക്വലി ഫോർ ദ ഫിക്സഡ് ചാർജസ്. ഫിക്സഡ് ചാർജസ് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് തന്നെ പേ ചെയ്യേണ്ടി വരും. ആൻഡ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഡെലിവേർഡ് ഈസ് ഹൈ. കോസ്റ്റ് പെർ യൂണിറ്റ് ഡെലിവേർഡ് ഹൈ ആയിരിക്കും ഇതിൽ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇത്ര യൂണിറ്റിന് ഇത്ര എന്ന് പറഞ്ഞ് ഫിക്സഡ് ചാർജ് ആകുമ്പോൾ ദാറ്റ് വുഡ് ബി ഹൈ, ഡസ് നോട്ട് എൻകറേജ് ദ യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ അത്രയും നമ്മൾ കുറച്ച് യൂസ് ചെയ്യുള്ളൂ, കാരണം ഇത്ര യൂസ് ചെയ്താൽ ഫിക്സഡ് ചാർജാണ്. അല്ലാതെ ഇതിൽ കൂടുതൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലോ റേറ്റ് കിട്ടും, അങ്ങനെയൊന്നുമില്ല. സോ അടുത്ത ടൈപ്പാണ് ഫ്ലാറ്റ് റേറ്റ് താരിഫ്. ആൻഡ് വെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺസ്യൂമേഴ്സ് ആർ ചാർജ്ഡ് അറ്റ് എ ഡിഫറെൻറ്റ് യൂണിഫോം പെർ യൂണിറ്റ് റേറ്റ്, ഇറ്റ് ഈസ് കോൾഡ് എ ഫ്ലാറ്റ് റേറ്റ് താരിഫ്. ഫ്ലാറ്റ് റേറ്റ്, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺസ്യൂമേഴ്സിനെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ളതാണ് ഫ്ലാറ്റ് റേറ്റ് താരിഫ്. ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺസ്യൂമേഴ്സ് ആർ ചാർജ് അറ്റ് ഡിഫറെൻറ്റ് യൂണിഫോം പെർ യൂണിറ്റ് റേറ്റ്. അങ്ങനെയാണെങ്കിൽ ഫ്ലാറ്റ് റേറ്റ് ആണ്. അതായത് ഈ കൺസ്യൂമേഴ്സിനെ തന്നെ വി വിൽ ഗ്രൂപ്പ് ഇൻ ടു ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആൻഡ് ഈച്ച് ക്ലാസ് ഓഫ് ദ കൺസ്യൂമർ ഈസ് ചാർജ് അറ്റ് എ ഡിഫറെൻറ്റ് യൂണിഫോം റേറ്റ്. അപ്പോൾ ഓരോ കൺസ്യൂമേഴ്സിനെയും എല്ലാ കൺസ്യൂമേഴ്സിനെ എടുത്തിട്ട് കൺസ്യൂമേഴ്സിനെ ഇങ്ങനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആക്കി തിരിക്കും, ഓരോരോ ക്ലാസ് ആക്കി തിരിക്കും. ആൻഡ് ഈച്ച് ക്ലാസ് ഓഫ് കൺസ്യൂമറിന് എന്ത് ചാർജ് ചെയ്യും? ചാർജ് അറ്റ് എ ഡിഫറെൻറ്റ് യൂണിഫോം റേറ്റ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ദ ഫ്ലാറ്റ് റേറ്റ് പെർ കിലോ വാട്ട് അവർ ഫോർ ലൈറ്റിംഗ് ലോഡ്. ലൈറ്റിംഗ് ലോഡിൻ്റെ ഫ്ലാറ്റ് റേറ്റ് പെർ കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ 60 പൈസ ആയിരിക്കും. അപ്പോൾ അതിൽ ലൈറ്റിംഗ് ലോഡിന് മാത്രം എത്രയാണ്? 60 പൈസ ആയിരിക്കും. ഇനി കുറച്ചും കൂടി കുറച്ചായിരിക്കും ചിലപ്പോൾ പവർ ലോഡിന്. അപ്പോൾ ടൈപ്സ് ഓഫ് കൺസ്യൂമർ, പവർ ലോഡ് ചെയ്യുന്ന അതേ മോസ്റ്റ്ലി ഇൻഡസ്ട്രിയൽ ലോഡ് എന്നൊക്കെ പറയാം. അപ്പോൾ അതിനാണെങ്കിൽ കുറച്ചും കൂടി ചെറിയ റേറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു സിമ്പിൾ താരിഫ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഒരു യൂണിഫോം റേറ്റ് ആണ് എല്ലാവർക്കും. പക്ഷേ ഇതിൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആക്കി തിരിച്ചിട്ട് ഒരു ഗ്രൂപ്പിന് ഒരു യൂണിറ്റിന് ഇത്ര രൂപ, അതുപോലെ അടുത്ത ഗ്രൂപ്പിന് ഒരു ഫ്ലാറ്റ് റേറ്റ്, ഒരു യൂണിഫോം റേറ്റ്, അങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ ഇതിലെന്താണ് അഡ്വാൻറ്റേജ്? ഇറ്റ് ഈസ് കൺസിഡറിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺസ്യൂമർ. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺസ്യൂമേഴ്സിന് ഒരു ഫെയറർ ആയിട്ടുള്ള ഒരു താരിഫ് പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് വാട്ട് ഈസ് എ ഡിസഡ്വാൻറ്റേജ്? ഇപ്പം the flat rate tariff vary according to the way supply is used. Separate meters are required for the lighting load, power load, etc. അപ്പം നമ്മൾ ലൈറ്റിംഗ് ലോഡും പവർ ലോഡും രണ്ടും യൂസ് ചെയ്യുന്ന സെയിം കൺസ്യൂമർ ഉണ്ടാകും. സോ ലൈറ്റിംഗ് ലോഡിന് മാത്രം അതുപോലെ പവർ ലോഡിന് മാത്രം സെപ്പറേറ്റ് ഒരു മീറ്റേഴ്സിൻ്റെ ആവശ്യം വരും. സോ ദിസ് മേക്സ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് സച്ച് താരിഫ് എക്സ്പെൻസീവ് ആൻഡ് അഗെയിൻ കോംപ്ലിക്കേറ്റഡ്. And a particular class of consumer is charged at the same rate irrespective of the magnitude of the energy consumed. A big consumer should be charged at a lower rate. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു ഫെയർ ആണെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് കൺസ്യൂമർ മാത്രം നോക്കിയാൽ പോരാ, ബിഗ് കൺസ്യൂമറിന് ലോവർ റേറ്റിൽ ചാർജ് ചെയ്യണം. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ് ആണ് ബ്ലോക്ക് റേറ്റ് താരിഫ്. ബ്ലോക്ക് റേറ്റ് താരിഫ് എന്ന് പറയുമ്പോൾ ഒരു ബ്ലോക്ക് ഓഫ് എനർജി, അതായത് ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് എനർജിയിലല്ല പറഞ്ഞത്, എ ബ്ലോക്ക് ഓഫ് എനർജി ഈസ് ചാർജ് അറ്റ് എ സ്പെസിഫിക് റേറ്റ്. ആ ഒരു ബ്ലോക്ക് ഓഫ് എനർജി ആ ഒരു ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് റെഡ്യൂസ്ഡ് റേറ്റിലായിരിക്കും ആ ഒരു പർട്ടിക്കുലർ ലെവൽ മുതൽ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പറയുവാണ് ആദ്യത്തെ ഒരു 50 യൂണിറ്റിന് ഇത്ര ചാർജ് ആണെങ്കിൽ ആ 50 യൂണിറ്റിന് മുകളിൽ എന്താണ് ആ ചാർജ് പെർ യൂണിറ്റ് കൺസപ്ഷൻ ലെസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്.
So it is called a block rate tariff. When a given block of energy is charged at a specific rate and the succeeding block of energy are charged at a reduced rate. അതാണ് block rate tariff. ഇതിൽ the energy consumption is divided into block and the price per unit is fixed in each block. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് ആയിരിക്കും എപ്പോഴും ഹയസ്റ്റ് and it is progressively reduced for the succeeding blocks of energy. For example, the first 30 units may be charged at the rate of 60 paise per unit. അടുത്ത 25 യൂണിറ്റ്സ് 55 പൈസ പെർ യൂണിറ്റ് ആയിരിക്കും. അടുത്ത അഡീഷണൽ യൂണിറ്റ്സ് മേ ബി 30 പൈസ പെർ യൂണിറ്റ് ആയിരിക്കും. അങ്ങനെ കുറഞ്ഞു വരുവാണ് റേറ്റ് പെർ യൂണിറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ കൺസ്യൂമറിന് കൂടുതൽ എനർജി യൂസ് ചെയ്യാനുള്ള ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയും വരും. അഡ്വാൻറ്റേജ് ഓഫ് താരിഫ് എന്താണെന്ന് വെച്ചാൽ കൺസ്യൂമർ ഗെറ്റ്സ് ആൻ ഇൻസെൻറ്റീവ് ടു കൺസ്യൂം മോർ ഇലക്ട്രിക്കൽ എനർജി ആൻഡ് ദിസ് ഇൻക്രീസസ് ദ ലോഡ് factor of the system and hence the cost of generation also reduced. സോ പ്രിൻസിപ്പിൾ അപ്പോൾ ഇത് കൂടുതൽ എനർജി ഡിമാൻഡ് വരികയാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് ജനറേഷൻ അതിനനുസരിച്ച് ഇംപ്രൂവ് ആകും, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ജനറേഷൻ ഈസ് റിഡ്യൂസ്ഡ്. സോ ഇറ്റ്സ് പ്രിൻസിപ്പൽ ഡിഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ലാക്സ് എ മെഷർ ഓഫ് ദ കൺസ്യൂമേഴ്സ് ഡിമാൻഡ്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് കൺസ്യൂമറിന് ആക്ച്വലി എത്ര ഡിമാൻഡ് ഉണ്ട്, അതായത് ഇതിൽ എക്സ്ട്രാ കൂടിക്കഴിഞ്ഞാൽ ഇത്ര എന്നൊരു കൺസിഡറേഷനേ ഉള്ളൂ. പക്ഷേ ശരിക്കും കൺസ്യൂമറിന് എത്ര ഡിമാൻഡ് എന്നുള്ള ആ മെഷർ ഒരുമിച്ച് കിട്ടില്ല. സോ ദിസ് ടൈപ്പ് ഓഫ് താരിഫ് ഈസ് ബീങ് യൂസ്ഡ് ഫോർ ദ മെജോറിറ്റി ഓഫ് റെസിഡൻഷ്യൽ അതുപോലെ സ്മോൾ കൊമേഴ്ഷ്യൽ കൺസ്യൂമേഴ്സ്. അതിന് യൂസ് ചെയ്യുന്നത് ഏതാണ്? ബ്ലോക്ക് റേറ്റ് താരിഫാണ്. മെജോറിറ്റി ഓഫ് ദ റെസിഡൻഷ്യൽ ആൻഡ് സ്മോൾ കൊമേഴ്ഷ്യൽ കൺസ്യൂമർ. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു താരിഫാണ് 2 പാർട്ട് താരിഫ്. ഈ 2 പാർട്ട് താരിഫിന് മറ്റൊരു പേര് കൂടിയുണ്ട്, അതൊന്ന് നോട്ട് ചെയ്തോളൂ. ഹോപ്കിൻസൺസ് ഡിമാൻഡ് റേറ്റ് എന്നാണ്. ഹോപ്കിൻസൺസ് ഡിമാൻഡ് റേറ്റ്. ഓക്കെ, വെൻ ദ റേറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഇറ്റ് ഈസ് ചാർജ് ഓൺ ദ ബേസിസ് ഓഫ് മാക്സിമം ഡിമാൻഡ് ആൻഡ് ദ യൂണിറ്റ്സ് കൺസ്യൂം. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു കൺസ്യൂമറിൻ്റെ ഡിമാൻഡിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല ഏതിൽ, ബ്ലോക്കിനകത്ത്. പക്ഷേ നെക്സ്റ്റ് നമ്മൾ പറയുന്ന 2 പാർട്ട് താരിഫിൽ 2 കാര്യങ്ങളാണ് നോക്കുന്നത്. ടോട്ടൽ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഡിപ്പെൻഡ് ഓൺ ദ മാക്സിമം ഡിമാൻഡ് ഓഫ് ദ കൺസ്യൂമർ, അടുത്തത് യൂണിറ്റ്സ് കൺസ്യൂംഡ്. ഒന്ന് യൂണിറ്റ് കൺസ്യൂം ചെയ്തിരിക്കുന്നു എത്രമാത്രം, അതുപോലെ മാക്സിമം ഡിമാൻഡ് എത്രയാണ്. ഇറ്റ് ഈസ് കോൾഡ് 2 പാർട്ട് താരിഫ്. ഇതിൽ ദ ടോട്ടൽ ചാർജ് ക്യാൻ ബി മെയ്ഡ് ഫ്രം ദ കൺസ്യൂമർ സ്പ്ലിറ്റ് ഇൻ ടു 2 കോമ്പോണൻറ്റ്സ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ടോട്ടൽ ചാർജസ് എന്ന് പറയുന്നത് ബി ഇൻറ്റു KW പ്ലസ് സി ഇൻറ്റു KWH ആണ്. ബി എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിമാൻഡ്, എത്ര KW ആണ് മാക്സിമം ഡിമാൻഡ്. അപ്പോൾ അതിൽ മാക്സിമം ഡിമാൻഡ് ചാർജ് പെർ കിലോ വാട്ട് ഓഫ് മാക്സിമം ഡിമാൻഡ്, ഒരു KWന് എത്ര ചാർജ് ചെയ്യുന്നു, അതാണ് ബി എന്ന് പറയുന്ന വാല്യൂ, റുപ്പീസ്. ആൻഡ് ചാർജ് പെർ കിലോ വാട്ട് അവർ ഓഫ് എനർജി കൺസ്യൂംഡ്, ഒരു കിലോ വാട്ട് അവറിന് എത്ര എമൗണ്ട് ആണ് ചാർജ് ചെയ്യുന്നത്, അതാണ് സി എന്ന് പറയുന്നത്. അപ്പോൾ ബി ഇൻറ്റു KW പ്ലസ് സി ഇൻറ്റു KWH അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബി ഇൻറ്റു എത്ര KW മൊത്തത്തിൽ മാക്സിമം ഡിമാൻഡ് വരുന്നുണ്ട് ആൻഡ് സി ഇൻറ്റു എത്ര എനർജി ടോട്ടലി യൂസ് ചെയ്യുന്നുണ്ട്, അത്രയാണ് ഈ ഒരു 2 പാർട്ടിൽ വരുന്നത്. സോ 2 പാർട്സ് ഉണ്ട് ആ ഇക്വേഷനിൽ നിന്ന് ഓർത്ത് വയ്ക്കുക. ദിസ് ടൈപ്പ് ഓഫ് താരിഫ് ഈസ് മോസ്റ്റ് ആപ്ലിക്കബിൾ ടു ഇൻഡസ്ട്രിയൽ കൺസ്യൂമർ ഹു ഹാവ് അപ്രീഷ്യബിൾ മാക്സിമം ഡിമാൻഡ്. അവരുടെ മാക്സിമം ഡിമാൻഡ് കൂടുതലായിരിക്കും. ഇനി ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സിന് ഈസിലി അണ്ടർസ്റ്റുഡ് ആണ്. ഇറ്റ് റിക്കവർ ദ ഫിക്സഡ് ചാർജസ് വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ ദ മാക്സിമം ഡിമാൻഡ് ബട്ട് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ യൂണിറ്റ്സ് കൺസ്യൂം. അപ്പോൾ ഫിക്സഡ് ചാർജസ് റിക്കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു യൂണിറ്റ്സ് കൺസ്യൂംഡ് മാത്രമല്ല, രണ്ടും കൂടി മാക്സിമം ഡിമാൻഡും അതുപോലെ എനർജി കൺസ്യൂംഡും കൺസിഡർ ചെയ്യുന്നതുകൊണ്ട്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൺസ്യൂം ചെയ്താലും കൺസ്യൂം ചെയ്തില്ലെങ്കിലും ആ ഒരു മാക്സിമം ഡിമാൻഡിനെ വെച്ചിട്ടുള്ള എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ആൻഡ് ദർ ഈസ് ഓൾവേസ് എറർ ഇൻ ആക്സസിങ് ദ മാക്സിമം ഡിമാൻഡ് ഓഫ് ദ കൺസ്യൂമർ. അപ്പോൾ ഇത് രണ്ടും 2 പാർട്ട് താരിഫിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇനി അടുത്തതാണ് മാക്സിമം ഡിമാൻഡ് താരിഫ്. മാക്സിമം ഡിമാൻഡ് താരിഫ് നമ്മൾ കുറച്ച് മുമ്പ് 2 പാർട്ട് താരിഫ് പഠിച്ചു. അതിൽ മാക്സിമം ഡിമാൻഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞിരുന്നു. ആൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആക്ച്വലി ബൈ ഇൻസ്റ്റാളിങ് മാക്സിമം ഡിമാൻഡ് മീറ്റർ ഇൻ ദ പ്രിമൈസസ് ഓഫ് ദ കൺസ്യൂമർ ആണ്. പക്ഷേ ഈ ഒരു കാര്യം കൊണ്ട് ദിസ് റിമൂവ്സ് ദ ഒബ്ജക്ഷൻ ഓഫ് 2 പാർട്ട് താരിഫ് വേർ ദ മാക്സിമം ഡിമാൻഡ് ഈസ് ആക്സസ്ഡ് മിയർലി ഓൺ ദ ബേസിസ് ഓഫ് റേറ്റബിൾ വാല്യൂ. അപ്പോൾ ഈ ഒരു മാക്സിമം ഡിമാൻഡ് താരിഫ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വരികയാണ്. ഇതിൽ ബിഗ് കൺസ്യൂമേഴ്സിനാണ് ഈ മാക്സിമം ഡിമാൻഡ് താരിഫ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് വരുന്നത്, മാക്സിമം ഡിമാൻഡ് നമ്മൾ എങ്ങനെ മെഷർ ചെയ്യുന്നു കമ്പയർഡ് ടു 2 പാർട്ട് താരിഫ്, മാക്സിമം ഡിമാൻഡ് മീറ്റർ വെച്ചിട്ടാണ്
അപ്പോൾ നമുക്ക് ആ ഒരു കാൽക്കുലേഷൻ അത്ര ഡിഫിക്കൽട്ട് ആവുകയില്ല കമ്പയർഡ് ടു ദ ടു പാർട്ട് താരിഫ്. ഓക്കെ, സോ ഇതിൽ സ്മോൾ കൺസ്യൂമറിനും അതുപോലെ തന്നെ ഈ സ്മോൾ കൺസ്യൂമേഴ്സിനൊന്നും ഇതത്ര സ്യൂട്ടബിൾ അല്ല, മെയിൻലി ഫോർ ദ ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സ് ഓർ ബിഗ് കൺസ്യൂമേഴ്സ്. അടുത്തതാണ് പവർ ഫാക്ടർ താരിഫ്. ഈ പവർ ഫാക്ടർ താരിഫ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ താരിഫിനകത്ത് പവർ ഫാക്ടർ ഓഫ് ദ കൺസ്യൂമർ ലോഡ് ഓൾസോ നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പം ഒരു AC സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം പവർ ഫാക്ടർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ലോ പവർ ഫാക്ടർ ആണെങ്കിൽ ദാറ്റ് വിൽ ഇൻക്രീസ് ദ റേറ്റിംഗ് ഓഫ് ദ സ്റ്റേഷൻ എക്യുപ്മെൻറ്റ് ആൻഡ് എഗെയിൻ ഇൻക്രീസ് ദ ലൈൻ ലോസസ്. സോ ലോസും കൂട്ടും ലോ പവർ ഫാക്ടർ ആണെങ്കിൽ. അതുപോലെ എഫിഷ്യൻറ്റ്, ഹൗ മച്ച് എഫിഷ്യൻ്റ്ലി വി ആർ കൺസ്യൂമിങ് ദ പവർ, അതാണ് ആ പവർ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ പവർ ഫാക്ടർ 0.8 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? വി ആർ ഹൗ മച്ച് എഫിഷ്യൻ്റ്ലി വി ആർ യൂസിങ് ദ അവൈലബിൾ പവർ 80%. അതാണ് 0.8 പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ലോ പവർ ഫാക്ടർ ആകുമ്പോൾ നമുക്ക് എന്ത് ഒരുപാട് ലോസസ് വരുന്നുണ്ട്, ഒരുപാട് റേറ്റിംഗ് ഇൻക്രീസ് ആകുന്നുണ്ട്, ഈ എക്യുപ്മെൻറ്റിൻ്റെയൊക്കെ റേറ്റിംഗ് ഇൻക്രീസ് ആക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ഹൈ പവർ ഫാക്ടർ വേണം. സോ ഈ പവർ ഫാക്ടർ ലോ ആയി കഴിഞ്ഞാൽ ദാറ്റ് മസ്റ്റ് ബി പീനലൈസ്ഡ്. സോ ദ ഫോളോയിങ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ദ പവർ ഫാക്ടർ താരിഫ്. ഒന്ന് KVA മാക്സിമം ഡിമാൻഡ് താരിഫ്, അടുത്തത് സ്ലൈഡിംഗ് സ്കെയിൽ താരിഫ്, KW ആൻഡ് KVAR താരിഫ്. അപ്പോൾ ഇത് മൂന്നും വരുന്നത് പവർ ഫാക്ടർ താരിഫിൻ്റെ അണ്ടറാണ്. നോക്കുക, KVA മാക്സിമം ഡിമാൻഡ് താരിഫ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ മോഡിഫൈഡ് ഫോം ഓഫ് ദ ടു പാർട്ട് താരിഫ്, KVA maximum demand, and the fixed charges are made on the basis of maximum demand in KVA, not in KW. അപ്പം KVA മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഫിക്സഡ് ചാർജസ് ബേസ്ഡ് ഓൺ മാക്സിമം ഡിമാൻഡ് ഇൻ KVA ആൻഡ് നോട്ട് ഇൻ KW. കാരണം ഇവിടെ പവർ ഫാക്ടറും കൂടി കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് KVA എന്ന് പറയുന്നത്. KVA ഇൻറ്റു പവർ ഫാക്ടർ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? KW കിട്ടുക. So the KVA is inversely proportional to power factor. So a consumer having low power factor has to contribute more. So consumer എന്ത് ചെയ്യണം? ആ ഒരു നല്ല പവർ ഫാക്ടർ ഉള്ള അല്ലെങ്കിൽ ഹൈ പവർ ഫാക്ടർ ഉള്ള എക്യുപ്മെൻറ്റ്സ് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഈ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ പവർ ഫാക്ടർ വാല്യൂ ഉള്ള എക്യുപ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ലെസ് കോസ്റ്റ് ആണ് ഉണ്ടാവുക, ലെസ് കോസ്റ്റ് ഓഫ് എനർജിയാണ് അവർക്ക് ബില്ല് ചെയ്യേണ്ടി വരിക. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇവിടെ ഓർക്കുക. സോ ദ KVA ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പവർ ഫാക്ടർ. സോ ലോ പവർ ഫാക്ടർ ഉള്ള കൺസ്യൂമേഴ്സിന് കൂടുതൽ ചാർജ് കൊടുക്കേണ്ടി വരും. ഓക്കെ, so this will encourage the consumer to operate their appliances and machinery at an improved power factor. അടുത്ത സ്ലൈഡിംഗ് സ്കെയിൽ താരിഫാണ്. ഈ സ്ലൈഡിംഗ് സ്കെയിൽ താരിഫാണ് ആവറേജ് പവർ ഫാക്ടർ താരിഫ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ആവറേജ് പവർ ഫാക്ടർ നോർമലി നമ്മൾ ഈ ആവറേജ് പവർ ഫാക്ടർ 0.8 ലാഗിങ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ടേക്കൺ ആസ് ദ റെഫറൻസ്. ഈ ഒരു റെഫറൻസിന് താഴെ പോവുകയാണോ ഈ റെഫറൻസിന് മുകളിലാണോ എന്നാണ് നോക്കുക. അതാണ് സ്ലൈഡിംഗ് സ്കെയിൽ. സോ ആവറേജ് പവർ ഫാക്ടർ താരിഫാണ്. ഇതിൽ വൺ ആവറേജ് പവർ ഫാക്ടർ ഫോർ എക്സാമ്പിൾ 0.8 ലാഗിങ് ഈസ് ടേക്കൺ ആസ് ദ റെഫറൻസ്. If the power factor of the consumer falls below 0.8, suitable additional charges are made. അതുപോലെ ഇഫ് ദ പവർ ഫാക്ടർ ഈസ് എബവ് ദ റെഫറൻസ് എ ഡിസ്കൗണ്ട് വിൽ ബി അലൗഡ് ടു ദ കൺസ്യൂമർ. അപ്പോൾ അതാണ് ഈ ഒരു സ്ലൈഡിംഗ് സ്കെയിൽ താരിഫ് എന്ന് പറയുന്നത്. അടുത്ത KW ആൻഡ് KVAR. അപ്പോൾ ഈ KW ആൻഡ് KVAR വരുമ്പോൾ KVAR ബോത്ത് ദ ആക്റ്റീവ് പവർ ആൻഡ് റിയാക്റ്റീവ് പവർ സപ്ലൈഡ് ആർ ചാർജ്ഡ് സെപ്പറേറ്റ്ലി. അപ്പോൾ കൺസ്യൂമർ ഹാവിങ് ലോ പവർ ഫാക്ടർ ആണെങ്കിൽ ലോ പവർ ഫാക്ടർ ഉള്ള കൺസ്യൂമറിന് കൂടുതൽ റിയാക്റ്റീവ് പവർ ആയിരിക്കും, അതായത് യൂസ് ചെയ്യാത്ത പവർ ആയിരിക്കും. ആൻഡ് ഹെൻ ഷാൽ ഹാവ് ടു പേ മോർ ചാർജസ്. അപ്പോൾ അതുകൊണ്ട് പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റിനുള്ളതാണ് ഈ മൂന്നെണ്ണം. ഒന്ന് ഈ KVA റേറ്റിൽ വരുന്നു, അപ്പോൾ ലോ പവർ ഫാക്ടർ ഉള്ള കൺസ്യൂമേഴ്സിന് കൂടുതൽ പേ ചെയ്യേണ്ടി വരുന്നു. സ്ലൈഡിംഗ് സ്കെയിലാണെങ്കിൽ ഒരു ആവറേജ് പവർ ഫാക്ടർ ലെവലിൽ ഫിക്സ് ചെയ്യുന്നു, അതിന് മുകളിലാണെങ്കിൽ ഡിസ്കൗണ്ടും അതിന് താഴെയാണെങ്കിൽ എക്സ്ട്രാ ചാർജും പേ ചെയ്യേണ്ടി വരുന്നു. ഇനി KW ആൻഡ് KVAR ആണെങ്കിൽ KVAR അപ്പോൾ അവിടെ എന്താണ് ഈ ഒരു എഗെയിൻ റിയാക്റ്റീവ് പവറിനാണെങ്കിൽ കൂടുതൽ ചാർജ് കൊടുക്കേണ്ടി വരുന്നു. പവർ ഫാക്ടർ ലോ ആണെങ്കിൽ റിയാക്റ്റീവ് പവർ ആയിരിക്കും കൂടുതൽ വരിക, അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ചാർജ് പേ ചെയ്യേണ്ടി വരും. സോ അടുത്തത് 3 പാർട്ട് താരിഫ്. നമ്മൾ 2 പാർട്ട് താരിഫ് പറഞ്ഞിരുന്നു, ഹോപ്കിൻസൺസ് റേറ്റ് എന്ന് പറഞ്ഞിട്ട്. അടുത്തതാണ് 3 പാർട്ട്. ഇതിൽ ഡൊഹേർട്ടി റേറ്റ് എന്ന് പറയും. ഡൊഹേർട്ടി റേറ്റ് when the total charge to be made from the consumer is split into 3 parts. 3 parts എന്ന് പറയുമ്പോൾ ഫിക്സഡ് ചാർജ്, സെമി ഫിക്സഡ് ചാർജ് ആൻഡ് റണ്ണിങ് ചാർജ്.
ഫിക്സഡ്, സെമി ഫിക്സഡ് ആൻഡ് റണ്ണിങ് ചാർജ്. നിങ്ങൾക്ക് ഇവിടെ കാണാം എ എന്ന് പറഞ്ഞൊരു ഫിക്സഡ് ചാർജ് ആണ്, ബി എന്ന് പറഞ്ഞാൽ സെമി ഫിക്സഡ് ആണ്, സി എന്ന് പറഞ്ഞാൽ റണ്ണിങ് ചാർജ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുന്നത് നമ്മൾ 2 പാർട്ട് താരിഫിലും പറഞ്ഞിരുന്നു, 2 പാർട്ട് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അതുപോലെ ഇവിടെ 3 പാർട്ട് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ 3 കോമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. എങ്ങനെയാണെന്ന് നോക്കാം. റുപ്പീസ് എത്രയാണ്? എ പ്ലസ് ബി ഇൻറ്റു കെ ഡബ്ല്യു പ്ലസ് സി ഇൻറ്റു കെ ഡബ്ല്യു എച്ച്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എന്താ? ഫിക്സഡ് ചാർജ്. ഈച്ച് ബില്ലിംഗ് പീരീഡിൽ ഒരു ഫിക്സഡ് ചാർജ് ഉണ്ട്. അപ്പോൾ ദാറ്റ് വിൽ ഇൻക്ലൂഡ് ദ ഇൻട്രസ്റ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ. ഇൻട്രസ്റ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ നമ്മൾ എക്കണോമിയിൽ പഠിച്ചിരുന്നു, എക്കണോമിക്കൽ പവർ ജനറേഷനിൽ പഠിച്ചിരുന്ന ടേംസ് ആണ്. സോ ഇൻട്രസ്റ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഫിക്സഡ് എമൗണ്ട് ആണ് എ എന്ന് പറയുന്നത്. ആൻഡ് ഓഫ് ദ കോസ്റ്റ് ഓഫ് ദ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ, ഓൾസോ ദ ലേബർ കോസ്റ്റ് ഓഫ് ദ കളക്ടിങ് റവന്യൂ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് എ. അടുത്തത് ബി, ചാർജ് പെർ കിലോ വാട്ട് ഓഫ് മാക്സിമം ഡിമാൻഡ്. മാക്സിമം ഡിമാൻഡ് വരുന്നുണ്ട്. അടുത്തത് ചാർജ് പെർ കിലോ വാട്ട് അവർ ഓഫ് എനർജി കൺസ്യൂംഡ്. അപ്പം ഇങ്ങനെ 3 കാര്യത്തിലാണ് വരുന്നത്. അപ്പം ഈ ഒരു 3 കാര്യം, ഫിക്സഡ്, സെമി ഫിക്സഡ് ആൻഡ് റണ്ണിങ് ചാർജസ് ശ്രദ്ധിക്കുക. 3 പാർട്ട് താരിഫ്, ഡോഹേർട്ടി റേറ്റ്. അടുത്തത് ഓഫ് പീക്ക് താരിഫ്. ഇപ്പം ഈ 2 നമ്മൾ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാൽ ഈ ഒരു ടേം കൂടി അറിഞ്ഞിരിക്കുക. ഈ ഓഫ് പീക്ക് താരിഫ് എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം പീക്ക് ലോഡ് ചില ടൈം, നമുക്കൊരു സന്ധ്യാസമയം ആ ഒരു ടൈമിലൊക്കെ എന്ന് വെച്ചാൽ പീക്ക് ലോഡ് ടൈമാണ്. അപ്പോൾ ഏർലി ഈവനിങ് അല്ലെങ്കിൽ മോർണിംഗിലൊക്കെ പീക്ക് ലോഡ് ടൈമാണ്. അപ്പോൾ അതുപോലെ നൈറ്റിൽ സാധാരണ ഒരു 10 PM to 6 AM ഒക്കെ സാധാരണ ഒരു ലോ പീക്ക് ടൈമായിട്ട് കൺസിഡർ ചെയ്യും. ലോ പീക്കായിട്ടാണ് 10 PM മുതൽ ഒരു 6 AM വരെയൊക്കെ നോക്കുന്നത്. അപ്പോൾ ഓഫ് പീക്ക് പീരീഡാണ് ഇത്. ഓൺ പീക്ക്, ഓഫ് പീക്ക് പീരീഡും ഓൺ പീക്ക് പീരീഡും അങ്ങനെ 2 പീക്കുണ്ട്. അപ്പോൾ ഓഫ് പീക്ക് പീരീഡ് എന്ന് വരുന്ന താരിഫാണ് ഈ ഓഫ് പീക്ക് താരിഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ ലാർജ് പ്രപ്പോർഷൻ ഓഫ് ദ ജനറേറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്യുപ്മെൻറ്റ്സ് എല്ലാം ആ സമയത്ത് വർക്ക് ചെയ്യുന്നില്ല, ഐഡിയലായിരിക്കും. കാരണം അത്രയും ഡിമാൻഡ് ഈ ഒരു ടൈമിൽ വരുന്നില്ല, ഓഫ് പീക്ക് ടൈമിൽ വരുന്നില്ല. സോ ഈ ഒരു സമയത്ത് ഇഫ് ദ കൺസ്യൂമേഴ്സ് ആർ എൻകറേജ് ടു യൂസ് ദ ഇലക്ട്രിസിറ്റി ഡ്യൂറിങ് ദീസ് ഓഫ് പീക്ക് താരിഫ് ടൈം, ഈ ഓഫ് പീക്ക് ഓഫ് പീക്ക് താരിഫ് അല്ല, ഓഫ് പീക്ക് അവേഴ്സിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാൻ വേണ്ടി കൺസ്യൂമേഴ്സിനെ നമ്മൾ എൻകറേജ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് ദേ ക്യാൻ യൂസ് മോർ അറ്റ് ദാറ്റ് ടൈം, ദേ വിൽ ഗെറ്റ് എ ഡിസ്കൗണ്ട്, സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടുന്നു. സോ ആ ഒരു ടൈമിൽ എന്താണ്, നമ്മുടെ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഐഡിയലായിട്ട് ഇരിക്കുകയില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ യൂസ് ചെയ്യുന്നവർക്ക് കൂടുതൽ കിട്ടുന്നു. സോ അതാണ് എന്തെന്ന് പറയുന്നത് ഓഫ് പീക്ക് താരിഫ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് വിൽ നോട്ട് കോസ് എനി അഡീഷണൽ ക്യാപിറ്റൽ കോസ്റ്റ് ഓർ എനിത്തിങ്. സോ ഈ ടൈപ്പ് എപ്പോഴാണ് നമുക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്? അതായത് ഇപ്പം ചില പ്രോസസ്സ്, അതായത് വാട്ടർ ഹീറ്റിംഗ്, അതുപോലെ പമ്പിങ്, റീഫ്രിജറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ യൂസ് ആയിട്ട് വരുന്നുണ്ട്. അതായത് ഓഫ് പീക്ക് താരിഫ്, ഓഫ് പീക്ക് ടൈമിൽ ചെയ്യുന്ന അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ആ ഒരു ടൈമിൽ എന്ത് കൊടുക്കുന്നു? ഒരു ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പ് റേറ്റ് താരിഫ്. സ്റ്റെപ്പ് റേറ്റ് താരിഫ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാനാണ്. ഈ സ്റ്റെപ്പ് റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഫ്ലാറ്റ് റേറ്റ് പഠിച്ചിരുന്നു. ഈ ഫ്ലാറ്റ് റേറ്റ് താരിഫിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്ലാറ്റ് റേറ്റ് താരിഫ് എന്ന് വേണമെങ്കിൽ പറയാം, ഓഫ് ഡിക്രീസിങ് യൂണിറ്റ് ചാർജസ് ഫോർ ഹയർ റേഞ്ച് ഓഫ് കൺസപ്ഷൻ. ഫ്ലാറ്റ് റേറ്റ് താരിഫ് നമ്മൾ പറഞ്ഞിരുന്നു, ഓരോ സെക്ഷൻസിന്, ഓരോ ടൈപ്പ് ഓഫ് കൺസ്യൂമേഴ്സിന് ഒരു ഫ്ലാറ്റ് യൂണിഫോം റേറ്റ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് തന്നെ ഒരു ഡിക്രീസിങ് യൂണിറ്റ് ചാർജസ് ഫോർ ഹയർ റേഞ്ചസ് ഓഫ് കൺസപ്ഷൻ, എത്ര കൺസ്യൂം ചെയ്യുന്നു എന്നതും കൂടി നോക്കി ചെയ്യുമ്പോഴാണ് സ്റ്റെപ്പ് റേറ്റ് താരിഫ് എന്ന് പറഞ്ഞാൽ. സ്റ്റെപ്പ് പോലെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതും കൂടി ശ്രദ്ധിക്കുക. അങ്ങനെ 9 ടൈപ്പാണ് നമ്മളിതിൽ പഠിച്ചത്. അത്യാവശ്യം നോക്കി വയ്ക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.